വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ലപോലെ ഉണങ്ങിയ തേങ്ങ ഇല്ലെങ്കിൽ വിളഞ്ഞ തേങ്ങയാണെങ്കിലും മതി, കുഴപ്പമില്ല. ഈ ഒരു തേങ്ങ നമുക്കിനിയും രണ്ടായിട്ടൊന്ന് പൊട്ടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അല്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു 3 തേങ്ങ പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതൊരു ചിരവയിൽ, അതായത് നല്ലതുപോലെ ചീകി എടുക്കണം. ഇനിയിപ്പോൾ നമുക്കത് ചിരവ കൊണ്ട് ചീകി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും മതി. വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള പല അസുഖങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗം കൂടിയാണ്. നമ്മളത് 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത് ചിരവ വെച്ച് നല്ലതുപോലെ ഒന്ന് ചീകി കൊണ്ടുവരാം. അപ്പൊ ഞാൻ അത് ചീകി കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഈ ചീകി എടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ചീകി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പാലെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കരുത്. അങ്ങനെ ഞാൻ ചതച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത ഈ ഒരു പാല് അരിപ്പയിലൂടെ അരിച്ചെടുത്തത് ഏകദേശം 1.5 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 1.5 കപ്പ് ഈ തേങ്ങാപ്പാല് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നല്ലപോലെ ഇത് ഒഴിച്ച് അടച്ച് ഫ്രിഡ്ജിനകത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം നമുക്കൊന്ന് വെക്കുക. 1.5 മണിക്കൂർ സമയത്തിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അത് നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു തേങ്ങാപ്പാല് നല്ല ക്രീം പോലുള്ള കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ കട്ടിയായിട്ട് വന്നിരിക്കുന്ന ഈ തേങ്ങാപ്പാല് ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ വിട്ടുമാറാത്ത പനി, അതുപോലെ തന്നെ ചുമ, ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണ വളരെ ഗുണപ്രദമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണ തന്നെയാണിത്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ മെനക്കെടാറില്ല. അപ്പൊ ഇത് ഉരുക്കാതെ തന്നെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് തയ്യാറാക്കാം. അതൊരു മറ്റൊരു രീതിയിലാണ്. അതിന്റെ മെത്തേഡ്സ് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആ കോരിയെടുത്ത ക്രീം വീണ്ടും നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ലപോലെ വീണ്ടും കട്ടിയായിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്റ്റൗവിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഈ കട്ടിയായി രണ്ടാമത് നമ്മൾ കട്ടിയാക്കി എടുത്ത് തേങ്ങാപ്പാല്, അതായത് കട്ടിയായത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രം ചൂടാകുന്നത് അനുസരിച്ച് ആ തേങ്ങാപ്പാല് കട്ടിയായത് നല്ലപോലെ ഉരുകി, കണ്ടില്ലേ? നല്ലപോലെ അത് ഉരുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. കണ്ടില്ലേ? ഇപ്പൊ നമുക്ക് നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് തിളയ്ക്കുന്നതനുസരിച്ച് ഇതിന്റെ എണ്ണമയം, അതായത് എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് കുറച്ച് ക്വാണ്ടിറ്റി തയ്യാറാക്കുകയാണെങ്കിൽ മാത്രം. കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതനുസരിച്ച് കൂടുതൽ സമയം നമുക്ക് എടുക്കും. ഇപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 കപ്പ്, അതായത് 3 തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണയാക്കി നമുക്ക് എടുക്കാം. അപ്പൊ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് ചൂടാകുന്നതനുസരിച്ച് അതിന്റെ ഒരു കളർ ബ്രൗൺ കളർ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഏകദേശം ഒരു പകുതി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയും സ്വല്പം കൂടെ ബ്രൗൺ കളർ ആയി കഴിയുമ്പം ഇത് ആ ഒരു കറക്റ്റ് പരുവത്തിനാകും. ആ സമയത്ത് നമ്മുടെ ഈ തേങ്ങാപ്പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന കംപ്ലീറ്റ് ആ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയും നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ? ഇപ്പൊ നല്ലതുപോലെ ആ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ അതെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് കോരി, അതായത് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ തേങ്ങാപ്പാലിന്റെ വേസ്റ്റ് എല്ലാം നമുക്ക് കോരി അതൊന്ന് മാറ്റി കൊടുക്കുക. ഇതിൽ കൂടുതൽ നമ്മൾ ഇനിയും ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലിന് വ്യത്യാസം വരും. കാരണം ഒരു കരിഞ്ഞ മണം വരും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു വേസ്റ്റ് എല്ലാം ഒന്ന് കോരിക്കളയാം. കണ്ടില്ലേ? ഇതിൽ കൂടുതൽ ഇത് തന്നെ ഒരു സ്വല്പം ഫ്രൈ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആകാൻ പാടില്ല. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒരു വേസ്റ്റ് എല്ലാം കോരി കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് 3 തേങ്ങയുടെ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടി 1 കപ്പ് പോലും കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പൊ അത്ര ഗുണപരമായിട്ടുള്ള എണ്ണയാണിത്. കണ്ടില്ലേ? അപ്പൊ നമുക്കൊരു
കപ്പോളം അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഇത്. വളരെ ഗുണപ്രദമായിട്ടുള്ള ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുക.